ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉറങ്ങുക എന്നുള്ളത് പറയാറുണ്ട് അല്ലേ. ഉറങ്ങുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, സ്ലീപ്പ് എന്നാണ്. എന്നാൽ ഗോ ടു ബെഡ് എന്നും ചില സിറ്റുവേഷനിൽ പറയാറുണ്ട്. അപ്പൊ ഈ സ്ലീപ്പും ഗോ ടു ബെഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മാത്രമല്ല അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പം അതിന് ആൻസറും ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്ഷൻ അവിടെ നടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അവൾ ഉറങ്ങുകയാണ്, അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഗോ ടു ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉറങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാറായോ, നിങ്ങൾ നേരത്തെ ഉറങ്ങുമോ, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ഗോ ടു ബെഡ് എന്ന് യൂസ് ചെയ്യാം. അതിന്റെ പാസ്റ്റ് വെൻ ടു ബെഡ് എന്നുമാണ്. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകൾ ഡിസ്കസ് ചെയ്യാം, വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ കിടന്നിട്ടേ ഉള്ളൂ, ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഉറങ്ങുക എന്നുള്ള പ്രവൃത്തിയുടെ നടന്നിട്ടില്ല. ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ കിടന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഐ സ്ലീപ്പ് അറ്റ് 10 PM എന്നാണോ? അല്ല, ഇവിടെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് ഐ ഗോ ടു ബെഡ് അറ്റ് 10 PM. ഐ ഗോ ടു ബെഡ് അറ്റ് 10 PM. ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ കിടന്നിട്ടേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, അവൾ കഴിഞ്ഞ രാത്രി നേരത്തെ ഉറങ്ങാൻ പോയി, അല്ലെങ്കിൽ അവൾ ഇന്നലെ രാത്രി നേരത്തെ ഉറങ്ങാൻ പോയി എന്ന് പറയാറുണ്ടല്ലോ. അവനോ അവളോ എന്തോ ആവട്ടെ, കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഗോന്റെ പാസ്റ്റും കൂടി പഠിക്കണ്ടേ? സിമ്പിളാണ്, നമുക്കൊക്കെ അറിയാലേ. അവൾ കഴിഞ്ഞ രാത്രി നേരത്തെ ഉറങ്ങാൻ പോയിട്ടേ ഉള്ളൂ, ഉറങ്ങിയതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു കല്യാണ വീടാണ്, അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അവൾ ഇന്നലെ രാത്രി നേരത്തെ ഉറങ്ങാൻ പോയി, അല്ലെങ്കിൽ അവൾ കഴിഞ്ഞ ദിവസം രാത്രി നേരത്തെ ഉറങ്ങാൻ പോയി, അല്ലെങ്കിൽ അവൾ കഴിഞ്ഞ രാത്രി നേരത്തെ ഉറങ്ങാൻ പോയി, ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഷീ വെന്റ് ടു ബെഡ് ഏർലി ലാസ്റ്റ് നൈറ്റ്. ഷീ വെന്റ് ടു ബെഡ് ഏർലി ലാസ്റ്റ് നൈറ്റ്. ഇവിടെ വെന്റ് ടു ബെഡ് അല്ലെ, കഴിഞ്ഞ രാത്രി എന്ന് പറഞ്ഞത് കൊണ്ട് അതിന്റെ പാസ്റ്റ് പറയുമ്പോൾ വെന്റ് ടു ബെഡ്. ക്ലിയർ ആയല്ലോ? ഇനി പറയണേ, ഞങ്ങൾ സാധാരണ ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ പോകാറുണ്ട്. അത് നമ്മുടെ ഒരു പതിവ് ശീലം അവിടെ പറയാണ്. ഞങ്ങൾ സാധാരണ ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ പോകാറുണ്ട്. ഇപ്പം ഉച്ചയ്ക്കാവാം, അല്ലെങ്കിൽ രാത്രിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ പോകാറുണ്ട്. സാധാരണ അങ്ങനെ ഒരു പതിവുണ്ട്. ഇതെങ്ങനെയാ പറയാ? ഞങ്ങളാണ് സബ്ജക്റ്റ്. വി യൂഷ്വലി, നമ്മളൊരു പതിവാണ് പറയുന്നത് അല്ലെ. വി യൂഷ്വലി പോകാറുണ്ട് എന്നാണ്, ഉറങ്ങാറുണ്ട് അല്ലെങ്കിൽ ഉറങ്ങി എന്നൊന്നും പറഞ്ഞിട്ടില്ല അവിടെ. We usually go to bed after dinner. We usually go to bed. ഇവിടെ സ്ലീപ്പ് അല്ല നമ്മൾ ആഡ് ചെയ്തത്, go to bed ആണ്. So we usually go to bed after dinner. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗോ ടു ബെഡ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് സെന്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് നമുക്ക് മിക്സ്ഡ് ആയിട്ട് സെന്റൻസുകൾ പറയാം. ഓക്കെ, ഇനി നമ്മൾ സ്ലീപ്പ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. പിന്നെ നമ്മൾ പറയുന്ന സെന്റൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇപ്പം സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ രാത്രിയും 8 മണിക്കൂർ ഉറങ്ങാറുണ്ട് അല്ലേ. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. എല്ലാ രാത്രിയും 8 മണിക്കൂർ ഉറങ്ങുന്നു എന്നാണ് അവിടെ പറയുന്നത്. അവിടെ നമുക്ക് സ്ലീപ്പ് യൂസ് ചെയ്യാം അല്ലേ. അങ്ങനെ ഒരു പതിവാണ് എനിക്കുള്ളത്. ഉറങ്ങാൻ പോകുന്നല്ല, ഞാൻ ഉറങ്ങാറ് തന്നെ ഉണ്ട്. ഓക്കെ, ആക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, അവിടെ നമുക്ക് സ്ലീപ്പ് യൂസ് ചെയ്യാം. ഐ സ്ലീപ്പ്, ഞാനാണല്ലോ, അപ്പം ഐ സ്ലീപ്പ്. I sleep for 8 hours. I sleep for 8 hours every night. I sleep, ഞാൻ ഉറങ്ങാറുണ്ട്, for 8 hours every night. എല്ലാ രാത്രിയും ഞാൻ 8 മണിക്കൂർ ഉറങ്ങാറുണ്ട്. ഇവിടെ നമ്മൾ സ്ലീപ്പ് ആണല്ലോ യൂസ് ചെയ്തത്, ആക്ഷൻ അവിടെ നടക്കുന്നത് കൊണ്ട് സ്ലീപ്പ് യൂസ് ചെയ്തു. അവൾ ഇന്നലെ നേരത്തെ ഉറങ്ങി. അവൾ ഇന്നലെ നേരത്തെ ഉറങ്ങി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അവൾ ഇന്നലെ നേരത്തെ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഷീ സ്ലെപ്റ്റ് ഏർലി യെസ്റ്റർഡേ. ഷീ സ്ലെപ്റ്റ് ഏർലി യെസ്റ്റർഡേ. അവൾ ഇന്നലെ നേരത്തെ ഉറങ്ങി. ഓക്കെ, നെക്സ്റ്റ്, കഴിഞ്ഞ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അല്ലേ. കഴിഞ്ഞ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, പ്രവൃത്തി നടന്നിട്ടില്ല, പക്ഷെ എന്നാലും ആ ഒരു സംഭവം
രാത്രി പോയിട്ടില്ല, ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുമ്പം ഐ കുഡിൻ സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. ഐ കുഡിൻ സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ സ്ലീപ്പ് എന്ന് യൂസ് ചെയ്യുന്നത്. എന്നാൽ ആ ആക്ഷൻ നടക്കാതെ നമ്മൾ അതിന് ഒരുങ്ങി ചെല്ലുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഗോ ടു ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊരു മിക്സഡ് ആക്കിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഉറങ്ങാനൊക്കെ റെഡി ആയിട്ട് നമ്മൾ പോയി. ഫോർ എക്സാമ്പിൾ, ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ പോയി, പക്ഷെ ഉടനെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടോ ആവാം, ചിലപ്പം എവിടെയെങ്കിലും ശബ്ദം കേട്ടിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാവാം. ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ പോയി, പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഈ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടെ പോയി എന്ന് പറയുമ്പോൾ ഗോ ടു ബെഡിന്റെ പാസ്റ്റ് ആണ്, വെൻ ടു ബെഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഉറങ്ങാൻ പോയിട്ടേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. സോ നമ്മൾ എന്ത് പറയണം? ഐ വെൻ ടു ബെഡ് അറ്റ് 10 PM ബട്ട് ഐ കുഡിൻ സ്ലീപ്പ് ഇമ്മീഡിയറ്റ്ലി. ഉടനെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ്. അവിടെ നമ്മൾ സ്ലീപ്പ് യൂസ് ചെയ്തു. അതാണ് ഞാൻ മിക്സ്ഡ് ആയിട്ട് പറഞ്ഞത്. അതായത് ഐ വെൻ ടു ബെഡ് അറ്റ് 10 PM ബട്ട് ഐ കുഡിൻ സ്ലീപ്പ് ഇമ്മീഡിയറ്റ്ലി. ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ പോയി, പക്ഷേ എനിക്ക് ഉടനെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പൊ അവിടെ രണ്ടും നമ്മൾ യൂസ് ചെയ്തു അല്ലെ. ഇനി വളരെ നല്ലൊരു സെന്റൻസ് ആണ്. അവൾ നേരത്തെ ഉറങ്ങാൻ പോവുകയും 8 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യുന്നു അല്ലെ. അത് ആ ഒരു പ്രവൃത്തിയാണ് അല്ലെ, അങ്ങനെ ഒരു പതിവാണ്. അവൾ നേരത്തെ ഉറങ്ങാൻ പോകുകയും 8 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യാറുണ്ട് എന്നാണ്. അപ്പൊ ഇത് രണ്ട് സെന്റൻസ് ആണല്ലോ. ഇവിടെ നമ്മൾ എങ്ങനെ പറയാ? അവൾ നേരത്തെ ഉറങ്ങാൻ പോകുകയും 8 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ പറയേണ്ടത്, ഈ ഒരു പതിവ് ശീലം പറയുമ്പോൾ എപ്പോഴും നമ്മളെ നെഗറ്റീവ് വെർബാണല്ലോ. ഗോ ടു ബെഡ്, വെൻ ടു ബെഡ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇതൊരു പതിവ് ശീലം പറയുകയാണെങ്കിൽ ഷി ഗോസ് ടു ബെഡ്. അവിടെ നമ്മൾ ഗോസ് ആണ് ആഡ് ചെയ്യേണ്ടത്, പതിവുകാരിയാണ്. ഷി ഗോസ് ടു ബെഡ് ഏർലി. ഇനി എന്താ, അടുത്ത സെന്റൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് അവിടെ ആൻഡ്, രണ്ട് സെന്റൻസ് ആയതുകൊണ്ട് ആൻഡ് ആഡ് ചെയ്യണം. ആൻഡ് സ്ലീപ്സ് ഫോർ 8 hours. ആൻഡ് സ്ലീപ്സ് ഫോർ 8 hours. അപ്പം ഷി ഗോസ് ടു ബെഡ് ഏർലി ആൻഡ് സ്ലീപ്സ് അല്ലേ, അവിടെയും എസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഉറങ്ങുകയും ചെയ്യാറുണ്ട് എന്നാണ്. അപ്പം ഷി ഗോസ് ടു ബെഡ് ഏർലി ആൻഡ് സ്ലീപ്സ് ഫോർ 8 hours. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഉറങ്ങാൻ വൈകി പോകാറുണ്ട്, എന്നാലും അല്ലെങ്കിൽ പക്ഷെ എപ്പോഴും നമ്മൾ ആവശ്യത്തിന് ഉറങ്ങാറുമുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ പറയാ? വി സംടൈംസ് ഗോ ടു ബെഡ് ലേറ്റ് ബട്ട് വി ഓൾവേസ് സ്ലീപ്പ് ഇനഫ്. വി സംടൈംസ് ഗോ ടു ബെഡ് ലേറ്റ് ബട്ട് വി ഓൾവേസ് സ്ലീപ്പ് ഇൻ. ഇനി നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നും നേരത്തെ ഉറങ്ങാറുണ്ടോ അല്ലേ? ഇവിടെ ഉറങ്ങിയിട്ടുണ്ടോ എന്നൊന്നല്ല ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ എന്നും രാത്രി നേരത്തെ ഉറങ്ങാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? നമ്മൾ ഒരാളോട് ചോദിക്കുകയാണല്ലോ, അവർ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഡു യു ഓൾവേസ് ഗോ ടു ബെഡ് ഏർലി അറ്റ് നൈറ്റ്? ഡു യു ഓൾവേസ് ഗോ ടു ബെഡ് ഏർലി അറ്റ് നൈറ്റ്. നിങ്ങൾ എന്നും രാത്രി നേരത്തെ ഉറങ്ങാറുണ്ടോ? ഇവിടെ നമ്മൾ ഗോ ടു ബെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നും എപ്പോഴാ ഉറങ്ങാറ് അല്ലെ? നിങ്ങൾ എന്നും എപ്പോഴാണ് ഉറങ്ങാറ് എന്നെങ്ങനെ ചോദിക്കുക? എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ വെൻ ആണ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് ചോദിക്കാം സിമ്പിൾ ആയിട്ട്. വെൻ ഡു യു യൂഷ്വലി ഗോ ടു ബെഡ്? വെൻ ഡു യു യൂഷ്വലി ഗോ ടു ബെഡ്. പക്ഷേ ഇവിടെ ഒരു ടൈമിനെയാണല്ലോ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗോ ടു ബെഡ്? വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗോ ടു ബെഡ്? അപ്പൊ ഇവിടൊക്കെ നമ്മൾ ഗോ ടു ബെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ചില ദിവസങ്ങളിൽ നേരത്തെ ഉറങ്ങാറില്ലേ? ഇപ്പോഴൊന്നും ആ വ്യക്തി ഉറങ്ങിയിട്ടില്ല, നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാണ് അല്ലേ, നിങ്ങളുടെ ഉറങ്ങുന്ന സമയമൊക്കെ. അപ്പം നിങ്ങൾ ചില ദിവസങ്ങളിൽ നേരത്തെ ഉറങ്ങാറില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലോ. എങ്ങനെ ചോദിക്കാം? ഡോണ്ട് യു ഗോ ടു ബെഡ് ഏർലി ഓൺ സം ഡേയ്സ്? ഓൺ സം ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചില ദിവസങ്ങളിൽ അല്ലേ, നിങ്ങൾ ചില ദിവസങ്ങളിൽ നേരത്തെ ഉറങ്ങാറില്ലേ? ഇതിനൊരു ആൻസർ ആയിട്ട് പറയാണ്, ഞങ്ങൾ നേരത്തെ ഉറങ്ങാറുണ്ട്. അപ്പൊ ആ വ്യക്തി ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞങ്ങൾ നേരത്തെ ഉറങ്ങാറുണ്ട്. വി ഗോ ടു ബെഡ് ഏർലി അല്ലേ, വി ഗോ ടു ബെഡ് ഏർലി. ഇവിടേക്ക് നമ്മൾ ഗോ ടു ബെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ ഉറങ്ങാറുണ്ട്, വി ഗോ ടു ബെഡ് ഏർലി. ഇതൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം.
ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, ഞങ്ങൾ ചിലപ്പോഴൊക്കെ നേരത്തെ ഉറങ്ങാറുണ്ട്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ ചിലപ്പോഴൊക്കെ നേരത്തെ ഉറങ്ങാറുണ്ട്. വി സംടൈംസ് ഗോ ടു ബെഡ് ഏർലി. വി സംടൈംസ് ഗോ ടു ബെഡ് ഏർലി. ഞങ്ങൾ ചിലപ്പോഴൊക്കെ നേരത്തെ ഉറങ്ങാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്ലീപ്പ്, ഗോ ടു ബെഡ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി വളരെ വൈകി ഉറങ്ങാൻ പോകരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതായത് ഒരുപാട് വൈകി ഉറങ്ങാൻ പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? അതായത് വൈകി ഉറങ്ങാൻ പോകരുത് എന്നാണ്. അപ്പൊ അത് ഒന്നും കൂടി നമുക്ക് വളരെ വൈകി ഉറങ്ങാൻ പോകരുത് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, വീണ്ടും നിങ്ങൾക്ക് ഈ ചാനൽ കാണാൻ ആഗ്രഹമുണ്ട്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.